good, looks natural, and above all, it's comfortable. And in the confidence, 10 മടങ്ങ് വർദ്ധിച്ചു. Well, what can I say? Thank you, Gulfgate. Gulfgate Hair Fixing. Look natural, feel natural. ഗൾഫ്ഗേറ്റ് ഹെയർ ഫിക്സിംഗ് എത്ര നാച്ചുറലും കൺവീനിയന്റും ആണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇന്നത്തെ സുന്ദരന്മാർക്കും സുന്ദരിമാർക്കുമിടയിൽ മുടികൊഴിച്ചിൽ ഒരു വ്യക്തിപരമായ കാര്യമായോ നിസ്സാര കാര്യമായോ തള്ളിക്കളയാനാവില്ല. മുടികൊഴിച്ചിലിന് ഒരു പെർഫെക്റ്റ് റെമഡി കണ്ടെത്താനുള്ള എന്റെ പരിശ്രമത്തിന്റെ ഫലമാണ് ഗൾഫ്ഗേറ്റ് ഹെയർ ഫിക്സിംഗ്. അതിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് ആത്മവിശ്വാസവും യുവത്വവും തിരിച്ചു നൽകാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒന്നോർക്കുക, വർഷങ്ങളായുള്ള പരീക്ഷണത്തിലൂടെ മെച്ചപ്പെടുത്തിയ ഈ ഹെയർ ഫിക്സിംഗ് രീതി ഗൾഫ്ഗേറ്റിന്റെ മാത്രം പ്രത്യേകതയാണ്. Gulfgate Hair Fixing. Look natural, feel natural. മുൻപെങ്ങനൊന്നും ആയിരുന്നില്ല കേട്ടോ. ഓമന തിങ്കൾ പക്ഷി സമർപ്പിക്കുന്നത് സന്തൂർ സോപ്പ്, യുവത്വം തുടിക്കുന്ന ചർമ്മത്തിന്റെ രഹസ്യം. ബദാം മിൽക്കിന്റെ സൂപ്പർ ടേസ്റ്റ് ഇപ്പോൾ കോംപ്ലാനിൽ. ലൈസോൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അംഗീകരിച്ചത്. ലെക്സ് ടോയ്ലറ്റ് സോപ്പ്. കേക്കുന്നുണ്ട്. അതെ, ഇല്ല, ഇവിടുന്ന് നാളെയോ മറ്റന്നാളോ പോവും. ഇല്ല, അതെ, മോൾ ഉറങ്ങിക്കാണുന്നേ. സമയം എത്രയെന്നാ വിചാരം? രാവിലെ വിളിക്കാൻ പറയാം. വെക്കട്ടെ? ഇനി കേറി വാ ജോജി. കുഞ്ഞാണ്ടി ഉറങ്ങാൻ കിടന്നു സംശയിച്ചാ ഞാൻ വന്ന്. ഇനി പ്രാർത്ഥന കൂടി കഴിഞ്ഞിട്ടേ ഞാൻ ഉറങ്ങൂ. പ്രാർത്ഥന എത്ര സമയ? അരമണിക്കൂർ. ഞാനൊരു ചെറിയ സംശയം ചോദിക്കാൻ വന്നതാ കുഞ്ഞാണ്ടി. ഈ നാട്ടിലെങ്ങും ഇല്ലാതിരുന്ന എന്നെ മാത്രം നീ കണ്ടല്ലോ സംശയം തീർക്കാൻ. എന്റെ ഈ സംശയം കുഞ്ഞാണ്ടിക്ക് പരിഹരിക്കാൻ പറ്റൂ? അതെന്താണെന്ന് പറ, കേക്കട്ടെ. ശ്രദ്ധിച്ചു കേൾക്കണം. നീ പറഞ്ഞോ. ഒരു 5 കൊല്ലം മുമ്പ്, അതായത് ശരിക്കും പറഞ്ഞ 99 ഓഗസ്റ്റ് 13-ാം തീയതി, ഒരു ലേഡി ഡോക്ടർ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പുല്ലമ്പാറ വഴി കാർ ഓടിച്ചു പോകുന്നു. അങ്ങനെ പോകുന്ന വഴിയിൽ ഒരു പള്ളിനടയിൽ നിന്നും ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നു. നായയുടെ കടിയേറ്റ കുഞ്ഞിനെ ആ ലേഡി ഡോക്ടർ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. എന്നിട്ട് പോലീസിൽ ഇൻഫർമേഷൻ കൊടുക്കുന്നു. ശരിയാണോ? നീ എങ്ങനെ അറിഞ്ഞടാ ജോജി? നിന്നോട് ആര് പറഞ്ഞു ഇത്? ശരിയാണോന്ന് പറ. ശരിയാ. പോലീസ് ആ കേസ് അന്വേഷിച്ചു. പക്ഷേ ഒരു തുമ്പും കിട്ടിയില്ല. ഒടുവിൽ ആ ഫയൽ ക്ലോസ് ചെയ്യുന്നു അല്ലേ? അങ്ങനെ ക്ലോസ് ചെയ്യാൻ വരട്ടെ, കുറച്ച് വിവരങ്ങൾ കൂടിയുണ്ട്. അതായത് ആ ലേഡി ഡോക്ടറും അന്ന് ആ കേസ് അന്വേഷിച്ച വെഞ്ഞാറമൂട് SI രവികുമാറും കൂടി ആ അനാഥ കുഞ്ഞിനെ കൊണ്ടുപോയി ഏഞ്ചൽസ് ഗാർഡൻ എന്ന ആശ്രമത്തിലെ ഓർഫനേജിൽ ഏൽപ്പിക്കുന്നു. എന്നിട്ട് തങ്ങളുടെ ജോലി ഭംഗിയായി തീർത്തു എന്ന ആശ്വാസത്തോടെ ആ ലേഡി ഡോക്ടറും SIയും തിരിച്ചു പോരുന്നു. ഇത്രയും കാര്യങ്ങൾ ശരിയല്ലേ? നീ ഇതെല്ലാം എങ്ങനെ ഇത്ര വിശദമായിട്ട് അറിഞ്ഞെന്ന് പറ. അതിനു മുമ്പ് കുഞ്ഞാന്റെ ഈ ചോദ്യത്തിന് ഉത്തരം എന്താ ലേഡി ഡോക്ടറുടെ പേര്? വിമല ജോർജ്. മതിയോ? ഇനിയാണ് എനിക്ക് കുഞ്ഞാന്റെ സഹായം വേണ്ടത്. എന്ത് സഹായം? പിന്നീട് ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചുവെന്ന് കുഞ്ഞാണ്ടിക്ക് അറിയാമോ? ഇല്ല. കുട്ടിയെ ഓർഫനേജിന് കൈമാറിയതോടെ ഞാൻ ആ കേസ് വിട്ടു. ആ കുട്ടിയെ ആരാ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നറിയാമോ? അഡോപ്റ്റ് ചെയ്തോ? എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഞാൻ പോയി ഏഞ്ചൽസ് ഗാർഡനിൽ അന്വേഷിച്ചു. അപ്പോ അവിടുത്തെ കന്യാസ്ത്രീകൾ പറഞ്ഞത് 99 സെപ്റ്റംബറിൽ തന്നെ കുട്ടി ആരോ ദത്തെടുത്തു കൊണ്ടുപോയെന്നാ. പക്ഷേ ആരാണ് കൊണ്ടുപോയതെന്ന് മാത്രം അവര് പറയില്ല.
അല്ല ജോജി, നീ എന്തിനാ ഇപ്പൊ ഇതൊക്കെ അന്വേഷിച്ച് നടക്കുന്നത്? ആ കുട്ടിയുടെ യഥാർത്ഥ അവകാശികൾ ഇപ്പോൾ അന്വേഷിച്ച രംഗത്ത് വന്നിട്ടുണ്ട്. അവർക്കറിയില്ല കുട്ടി എവിടെയുണ്ടെന്ന്. എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാതെ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാൻ വയ്യ. അതാരാ യഥാർത്ഥ അവകാശി? നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണെന്ന് വിചാരിച്ചാൽ മതി. എന്നോട് നീ ധൈര്യമായിട്ട് പറഞ്ഞു, ഞാൻ ആരോടും പറയില്ല. മമ്മിയോട് പോലും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ ഇങ്ങനെ ഒരു അന്വേഷണം നടത്തുന്നുണ്ടെന്ന്. അത്രയ്ക്ക് രഹസ്യമായിട്ടാ. പക്ഷേ കുഞ്ഞാൻ്റിയോട് ഞാൻ എല്ലാം പറയാം. പ്ലീസ് ഒന്നും പറയരുത്. നീ ഇവിടെ എന്ത് ചെയ്യായിരുന്നു ജോജി? ചിത്തുമോൻ നിന്നെ അന്വേഷിച്ച് നടക്കുന്നത് കണ്ടല്ലോ. അവൻ ഇതുവരെ ഉറങ്ങിയില്ലേ? ഞങ്ങള് ചുമ്മാ അമേരിക്കൻ വിശേഷങ്ങളൊക്കെ പറഞ്ഞോണ്ട്. എന്നാ എന്നോടുകൂടെ പറയടി, ഞാനും കൂടി കേക്കട്ടെ. നിങ്ങൾ കേക്കോ പറയോ എന്തുവാണ് ചെയ്തോ, ഞാനിതാ കളവഴിയ. ഗുഡ് നൈറ്റ് കുഞ്ഞാൻ്റെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മമ്മി. മമ്മിയുടെ തലയിൽ ഐസ് പാക്ക്. പട്നയിലെ പപ്പുവിന്റെ ഐഡിയ ആയിരുന്നു. ഫുൾ ഫ്ലോപ്പ്. വേഗം വേറെ എന്തെങ്കിലും ഐഡിയ അയക്കേ. ലൈഫ് യുഡിയെ മമ്മിയിൽ നിന്ന് രക്ഷിക്കൂ. ശ്രീലങ്കയിൽ കാണാൻ പോകും ഓഫർ. യുണീക് കോഡിനൊപ്പം നിങ്ങളുടെ ഐഡിയ അയക്കൂ. എന്തെങ്കിലും ഐഡിയ തരൂന്നേ. കാണിച്ചു തരാം തന്നെ. സുസുവിന്റെ പേടി കാരണം കുഞ്ഞിന്റെ പിഞ്ച് കാൽവയ്പുകൾ എന്തിനെ തടയണം? തടയണമെങ്കിൽ നനവിനെ തടയൂ. പുതിയ ഹഗീസ് കെയർ നനവ് വലിച്ചെടുക്കും. ഇതിന്റെ മാജിക് ഗ്രിപ്പ് ടേപ്സ് കാരണം എപ്പോൾ വേണമെങ്കിലും ചെക്ക് ചെയ്യാൻ എളുപ്പമാണ്. പുതിയ ഹഗീസ് കെയർ ഇപ്പോൾ വെറും 15 രൂപയ്ക്ക്. ഇന്നെന്താ പരിപാടി? അതിന് മമ്മിയുടെ മുഖം എത്ര ലക്കിയാണ്. പുതിയ പേഴ്സ് മുഖം കണ്ടാൽ ദിനം സഫലമായി. Why so much? Everywhere. Yummy food. ആഹാരം പകുതി കഴിച്ചാൽ പോഷണവും പകുതിയും ലഭിക്കും. ബാക്കി നാളെ. അതിനാലാണ് ജൂനിയർ ഹോർലിക്സ്. ഇതിലൂടെ അയൺ, കാൽഷ്യം, വിറ്റമിൻസ്, പ്രോട്ടീൻ ഒപ്പം അവശ്യ മിനറൽസും. ജൂനിയർ ഹോർലിക്സ് ഇപ്പോൾ A to Z പോഷണം ദിനവും. ഇപ്പോൾ 2 രൂപ ഇളവ് നേടൂ ഓരോ ചന്ദ്രിക 75 ഗ്രാം ഡബിൾ പാക്ക് വാങ്ങുമ്പോഴും. ഹോളിഡേ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ അറ്റ് അബുദാബി കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ദിവസവും 100 ദിറത്തിന് ഷോപ്പ് ചെയ്യുമ്പോൾ പ്രതിദിന നറുക്കെടുപ്പിലൂടെ ഓരോ ഭാഗ്യശാലിക്കും 10,000 ദിറം വരെ സമ്മാനം. അബുദാബി കോഓപ്പറേറ്റീവ് സൊസൈറ്റി, മികച്ച മൂല്യം എന്നെന്നും. ഇനി സ്റ്റൈലോടെ സംസാരിക്കൂ. നോക്കിയ 2505 CDMA നിങ്ങളുടെ സ്റ്റൈൽ ആൻഡ് സഹചാരി. ഇപ്പോൾ റിലയൻസ് മൊബൈലിനൊപ്പം നേടൂ ഫ്രീ ലൈഫ് ടൈം വാലിഡിറ്റി. ഇനി മാർക്കോസിനെ കാണാൻ ത്രേസ്യ കുട്ടി വരുന്നത് എന്റെ പുന്നാര മോളുടെ മരണവാർത്തയുമായിട്ടായിരിക്കണം.